ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ന്യൂടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ബൾബ് ഹോൾഡറാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഈ ബൾബ് ഹോൾഡറിൽ ഇട്ടിരിക്കുന്ന ബൾബ് രാത്രി സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും പകൽ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ബൾബ് ഹോൾഡറിൽ നമുക്ക് ഏത് ബൾബ് വേണമെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാം. CFL ആയിക്കോട്ടെ, LED ആയിക്കോട്ടെ, 60 വാട്ട്സിന്റെ ബൾബ് അല്ലെങ്കിൽ 100 വാട്ട്സിന്റെ ബൾബ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ ഓട്ടോമാറ്റിക് ബൾബ് ഹോൾഡർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. നമുക്കൊരു ബൾബ് ഹോൾഡർ വേണം. ഏതെങ്കിലും ഒരു ബൾബ് ഹോൾഡർ മതിയാവും. പിന്നെ ഒരു LDR വേണം. പിന്നെ ഒരു ട്രയാക്ക് BT136. പിന്നെ ഒരു റെസിസ്റ്റർ. ഇത് 100 കിലോ ഓം മുതൽ നമുക്ക് 220 കിലോ ഓം വരെ ഇതിൽ ഉപയോഗിക്കാം. അതും ഹാഫ് വാട്ട്. പിന്നെ ഒരു ഡയാക്ക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഞാൻ ട്രയാക്കിൻ്റെ ലെഗുകളൊന്ന് കട്ട് ചെയ്യാണ്. നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ട, കുറച്ച് മതി. അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്യുന്നു. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡറിൽ അകത്ത് ഇരിക്കില്ല. നമുക്ക് LDR ഇനി ഇതിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്കും മൂന്നാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യണം. LDRന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലെ പിന്നിലേക്ക് നമുക്ക് 220 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. റെസിസ്റ്റർ ഞാൻ ലെഗ് ഒന്ന് കട്ട് ചെയ്യുന്നു. അധികം ലെങ്ത്തിൽ വേണ്ട, നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് വളരെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയാക്കും അതുപോലെ കട്ട് ചെയ്യുന്നു. ചെറിയ ലെങ്ത് മതി നമുക്ക്. ഡയാക്ക് ഇതിൻ്റെ മൂന്നാമത്തെ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഈ ഡയാക്കിൻ്റെ എൻഡും റെസിസ്റ്ററിൻ്റെ എൻഡും തമ്മിൽ കണക്ട് ചെയ്യണം. ഇത് ഞാൻ സോൾഡറിങ് ചെയ്യുന്നു. ഇനി ഒരു വയറിൻ്റെ പീസ് ഇതിൻ്റെ ട്രയാക്കിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഹോൾഡറിലേക്ക് ഒരു കണക്ട് ചെയ്യേണ്ട വയറാണിത്. അതുപോലെ ഒന്നാമത്തെ പിന്നിൽ നിന്ന് നമുക്കൊരു വയർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൾബ് ഹോൾഡറിലേക്ക് ഫിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കിത് ബൾബ് ഹോൾഡറിലേക്ക് ഇനിയൊന്ന് സെറ്റ് ചെയ്യാം. ഹോൾഡറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ 2 വയറും നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഹോൾഡറിൽ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് വെക്കാം. ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത പിന്നുകളൊന്നും ഷോർട്ട് ആവാൻ പാടില്ല. എവിടെയും ഷോർട്ട് ആകാത്ത രീതിയിൽ ഇത് ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്യുന്നു. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഞാനിത് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. ഇനി ഈ ബൾബിൻ്റെ ഹോൾഡറിൽ നമുക്ക് LDRൻ്റെ അതേ അളവിൽ നമുക്കൊരു ഹോള് കട്ട് ചെയ്തെടുക്കണം. ഞാൻ സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് ഹോള് ചെയ്യുന്നു. ഹോള് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഹോള് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യുന്നു. നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന എഡ്ജുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നു. നമ്മുടെ ഹോളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് LDR കറക്റ്റ് ആയിട്ടുള്ള LDRൻ്റെ അതേ അളവിൽ നമ്മൾ ഹോള് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഞാനൊന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് LDRും അവിടെ ഒന്ന് ഫിക്സ് ചെയ്യുന്നു. ഒരു വയർ നമുക്ക് ഹോൾഡറിലേക്കും
ഒരു വയർ നമുക്ക് ഡയറക്റ്റ് ഫേസും കൊടുക്കണം. ഞാൻ ഒരു വയർ നേരെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്തു. ഇനി അടുത്ത വയറിലേക്ക് നമുക്ക് ഫേസ് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ബൾബിലേക്കുള്ള 230 വോൾട്ട് കൊടുക്കുന്നതിൽ ന്യൂട്രൽ നമുക്ക് ഡയറക്റ്റ് ഹോൾഡറിലേക്കും ഫേസ് ഈ ഒരു ബാക്കി വന്ന ഒരു വയറിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം. 2 പിന്നും വയറും കണക്ട് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൽ ന്യൂട്രൽ നമുക്ക് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാം. ന്യൂട്രൽ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഈ ഹോൾഡറിൽ നിന്നുള്ള ഈ ഒരു വയറിലേക്ക് നമുക്ക് ഫേസ് സപ്ലൈ കണക്ട് ചെയ്യാം. ഫേസ് വയറും കണക്ട് ചെയ്യാം. ഞാൻ ഇതൊന്ന് ഇൻസുലേഷൻ ടേപ്പ് ഇതിന് മുകളിലൊന്ന് അടിക്കുന്നു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. ബൾബ് ഇടണം. ഞാനിവിടെ LED ബൾബാണ് ഉപയോഗിക്കുന്നത്. LED ബൾബിന് പകരം CFL-ഉം അല്ലെങ്കിൽ 60 വാട്ട്സിന്റെ ബൾബ് ഉപയോഗിച്ചിട്ടും ഇത് വർക്ക് ചെയ്യും. ഞാൻ ഇതിലേക്ക് LED ബൾബ് കണക്ട് ചെയ്യുന്നു. ഇനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാണ്. റൂമിൻ്റെ അകത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി ലൈറ്റ് ഞാൻ ഇതിൻ്റെ LDR-ലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് LDR-ലേക്ക് പ്രകാശം തട്ടുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവുകയും LDR-ലേക്ക് പ്രകാശം തട്ടാതിരിക്കുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.